ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലുള്ളത് നല്ലൊരു അടിപൊളി CCTV IP ക്യാമറയാണ്. V380 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്യാമറ 1500 രൂപ വില വരുന്ന ക്യാമറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്വന്തമായിട്ട് എന്താ പറയുക, നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു CCTV ആണ്. അതുപോലെ തന്നെ ഇത് 360 ഡിഗ്രിയിൽ കറങ്ങും. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു വയർലെസ് ക്യാമറയാണിത്. ഈ ക്യാമറ ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്യാൻ പോകുന്നത് മൈ ഉപയോഗിച്ചിട്ടല്ല, ഇതൊരു പഞ്ചിന് വേണ്ടി മാത്രം വെച്ചാൽ കേട്ടോ. അപ്പോൾ വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുക. ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റുകളൊക്കെ ഈ ഒരു ചാനൽ വരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ V380 എന്ന് പറയുന്ന ഈ ഒരു IP ക്യാമറ, CCTV ക്യാമറ, വയർലെസ് ക്യാമറ എന്നൊക്കെ പറയുന്ന ഈ ഒരു ക്യാമറ നമ്മൾ മുറിച്ച് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് മൈ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ മുറിക്കാൻ പോകുന്നത്, ഇതൊരു തമ്പിലേലിന് പഞ്ചിന് വേണ്ടി വെച്ചാട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് അയച്ചിട്ട് നോക്കാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ 2-3 വാട്സ് ഇൻസൈഡ് വീഡിയോയിലൊക്കെ കുറേ ആളുകൾ നെഗറ്റീവായിട്ട് പലതും പറഞ്ഞിരുന്നു. നമ്മൾ തോക്ക് മുറിച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നു, എന്തിനാ വെറുതെ അയച്ച് നോക്കാതെ മുറിച്ച് നശിപ്പിക്കുന്നതൊക്കെ ചോദിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ അയച്ച് നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ 1500 രൂപ വില വരുന്ന ഈ ഒരു സംഭവം വളരെ ഉപകാരപ്രദമാവുന്ന സംഭവമാണ്. CCTV ഒക്കെ വെക്കുകയാണെങ്കിൽ 10,000-10,000 മുകളിലൊക്കെ രൂപ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് 1500 രൂപയ്ക്ക് നമുക്ക് തന്നെ വീട്ടിലൊക്കെ ഒന്ന് വാങ്ങി വെച്ച് നമുക്ക് വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മെമ്മറി കാർഡ് ഇടാനുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഇത് നമ്മൾ അയച്ചു നോക്കാൻ പോവുകയാണ്. ഇതിൽ 360 ഡിഗ്രി 4 ഭാഗത്തേക്കും ഇതേപോലെ തന്നെ തിരിയുന്നതാണ്. മേലേക്കും താഴേക്കും ഒക്കെ ഈ ഒരു ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കിത് നേരെ അയച്ചു നോക്കാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഓണാവട്ടോ. വർക്കിംഗ് ഉള്ള ക്യാമറ തന്നെയാണ്. ഇവിടെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. Startup completed. Access point establishing. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ വരുന്നത് ഈ ഒരു ഭാഗത്ത് 2 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അടിയിലുള്ളത് അയച്ചു നോക്കാം. ഒരു പ്രസ്സിങ് ആട്ടോ, ലോക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മളത് 2 പീസാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം കാണുന്നത്. ഇവിടെ 2 ആൻറ്റിന കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് വെറുതെ കൊടുത്താണ്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്താണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊടുത്ത് മാത്രം. ഓക്കെ, ഇതേപോലെ 4 ആൻറ്റിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു കണക്ഷനും ഇല്ല, ഒന്നിൽ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ആൻറ്റിന വയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പീക്കർ വഴിയാണ് വരുന്നത്. അടുത്തായിട്ട് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഒരു സ്ട്രിപ്പ് വയറാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പ് വയർ. ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു മൈക്ക് ഇതാ വരുന്നത് ഇവിടെയാണ്. നമ്മൾ അങ്ങോട്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത് വരുന്ന മൈക്കാണ് ഈ ഒരു സംഭവം. ഇവിടെ ഇതിലൊന്നും കണക്ഷൻ അത് ഒഴിവാക്കി. അടുത്തതായിട്ട് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷന്, 2 മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻസ്. ഓക്കെ, അപ്പോൾ 2 പാർട്സാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ മെയിൻ ബോർഡ് ഇവിടെയാണ് വരുന്നത്. IC കാര്യങ്ങളൊക്കെ ഉള്ള ബോർഡ്. ഇതാണ് വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബോർഡ്. ഓക്കെ, ഈ ഒരു ബോർഡിൽ നിന്നും ഇതിലേക്കാണ് കണക്ഷൻ പോകുന്നത്. ഇവിടെ വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ഒരു 5 വോൾട്ടിൻ്റെ ഒരു DC മോട്ടർ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാനായിട്ട് ആവശ്യമുള്ള സ്പീക്കർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക്, ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ആവശ്യമുള്ള ചെറിയൊരു കണ്ടൻസർ മൈക്കും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഇനി ഇതൊന്ന് അയച്ചു നോക്കാം. ഇതിനുള്ളിലാണ് ക്യാമറയുടെ ലെൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊന്ന് അയച്ചു നോക്കാം. നമ്മളിത് അയച്ചിരിക്കുകയാണ്. അയച്ചു നോക്കിയപ്പോൾ ഇതാ അവിടെ നിന്നും വരുന്ന ആ സ്ട്രിപ്പ് വയർ അത് വെച്ചിട്ട് ഇവിടെ ചെറിയൊരു ബോർഡും അതുപോലെ തന്നെ ഒരു മോട്ടറും വരുന്നുണ്ട്. ഈ ഒരു മോട്ടർ എന്തിനാണെന്ന് വെച്ചാൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ആവാനായിട്ട് ആവശ്യമുള്ള ഒരു ചെറിയ DC 5 വോൾട്ടിൻ്റെ ഒരു മോട്ടർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോട്ടർ വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ട്രിപ്പ് വയറാണ് ഈ കാണുന്നത്. അത് മെയിൻ ബോർഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം കൂടി നോക്കാം.
ഗൈസ് ഇതാണ് ഇതിൻ്റെ ലെൻസ് കേട്ടോ. നമ്മൾ സാധാരണ DSLR ക്യാമറയ്ക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ചെറിയൊരു ലെൻസ് ഇതിനുണ്ട്. ഇതുമല്ലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെക്കാൻ പറ്റിയ ഒരു ലെൻസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷമുള്ള ഈ ഒരു ഭാഗം നമ്മൾ ക്യാമറയിൽ കാണുന്നത് പോലെ തന്നെയുള്ള സംഭവങ്ങളാണ്. ഇതാണ് ക്യാമറയുടെ ഉള്ളിലെ വശം കേട്ടോ. ഇതാണ് ക്യാമറ ഈ ഒരു PCBയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ കഴിയുന്നില്ല. ലെൻസ് മാറ്റിയിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചെറിയൊരു PCB ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാമറ വഴിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു PCBയിൽ നിന്നും ഇങ്ങോട്ടൊരു 4 കണക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ IR LEDs ആണ്. നമുക്ക് രാത്രി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന LED ബൾബില്ല ഒരു ചിപ്പ് ബോർഡ്, റൗണ്ട് ബോർഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ LED കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് IR LED. അപ്പോൾ രാത്രി നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, നൈറ്റ് വിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും വലിയ വലിയ വർക്കുകളാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ക്യാമറയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് സാധാരണ CCTV ആയിട്ട് വർക്ക് ചെയ്യാമെന്നില്ല മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. വയർലെസ് ആയിട്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് വശത്തു നിന്നും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 360 ഡിഗ്രിയിൽ മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും ഒക്കെ മാറ്റാനും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോറാണ് ഈ കാണുന്നത്. 5 വോൾട്ടിൻ്റെ ഈ മോട്ടോർ ഉപയോഗിച്ചിട്ട് മുകളിലേക്കും താഴേക്കും മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ താഴെ വരുന്ന ഈ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. സംസാരിക്കാനായിട്ട് മൈക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേൾക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്പീക്കറുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇപ്രാവശ്യം നമ്മൾ കട്ട് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനുള്ളത് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി അടുത്തുള്ള വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തന്നെ കാണിച്ചു തരണം കേട്ടോ. ഈ ഒരു പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇതേപോലെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ഒന്ന് ഓണാക്കി നോക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, സംഭവം റെഡിയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറ എല്ലാം നമ്മൾ അയച്ചു നോക്കി, കട്ട് ചെയ്തിട്ടില്ല. ഇതൊരു പഞ്ചിനും വേണ്ടി വെച്ച് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കട്ട് ചെയ്ത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ സംഭവം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് ഉള്ളൊരു ക്യാമറയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി പല വീഡിയോസ് നമ്മളിതിന് മുമ്പ് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിലുള്ള പല വീഡിയോസ് ഇറക്കിയിരുന്നു. അന്ന് കുറേ ആളുകൾ പറഞ്ഞു എന്തിനാണ് കട്ട് ചെയ്യുന്നത്, ഒന്ന് ഇൻസൈഡ് ചെയ്ത് ഉള്ളൊന്ന് കാണിച്ചു തന്നാൽ മാത്രം പോരെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം. നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് തന്നെ കാണിക്കും. കുറേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞ കാരണത്താലാണ് നമ്മൾ ആ ഒരു സംഭവം കട്ട് ചെയ്യാതെ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.